LDF-ന് ഒരു പ്രകാരമുള്ള ബന്ധവുമില്ല RSS ഉണ്ടാകാൻ പാടില്ല. ആശയപരമായി, രാഷ്ട്രീയമായി, സൈദ്ധാന്തികമായി LDF-ന് ഒരു ബന്ധവുമില്ല RSS-ന്. അപ്പോൾ ആ കൂടിക്കാഴ്ചയ്ക്ക് LDF-ഉമായിട്ട് യാതൊരു ബന്ധവുമില്ലെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റും. പിന്നെ ADGPക്ക് എന്ത് കാര്യമെന്ന് ഞങ്ങൾക്കറിയില്ല. എന്ത് വിജ്ഞാനമാണ് ഈ ADGP വിജ്ഞാന ഭാരതിയുടെ മേധാവിയുമായിട്ട് ചേർന്നുകൊണ്ട് സ്വന്തം കാറ് മാറ്റി വെച്ചുകൊണ്ട് സ്വകാര്യ കാറിൽ കയറി RSSന്റെ മേധാവിയുമായിട്ട് ചർച്ച ചെയ്യാൻ പോയതെന്ന് ഞങ്ങൾക്കറിയില്ല. പ്രത്യേകിച്ചും തൃശ്ശൂർ പൂരം പോലെയുള്ള ഒരു വലിയ ക്രമസമാധാന വിഷയം മാത്രമല്ലത്. അത് സാംസ്കാരികോത്സവമാണ്. കേരളത്തിൻ്റെ സാംസ്കാരികോത്സവമായ തൃശ്ശൂർ പൂരം അലങ്കോലപ്പെട്ടതിൽ പങ്കുണ്ട് എന്നാരോപിക്കപ്പെടുന്ന ഒരു ഉദ്യോഗസ്ഥൻ, ആ പങ്കിൻ്റെ പിറകിൽ ഒരു കൈയുള്ള എന്ന് എല്ലാവരും കരുതുന്ന RSSന്റെ മേധാവിയുമായി നടന്ന ഈ കൂടിക്കാഴ്ചയുടെ അർത്ഥമെന്താണ്, ലക്ഷ്യമെന്താണ്? ബിനോയ് വിശ്വം മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം എല്ലാവർക്കും ആകാംക്ഷയുണ്ട്. ആ ആകാംക്ഷ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്കാണ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഈ ഘട്ടത്തിൽ പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ പറഞ്ഞാൽ അത് സത്യമാണെങ്കിലാണ് ചോദ്യമൊക്കെ വരുന്നത്. സത്യമാണെന്നുണ്ടെങ്കിൽ അത് ഗൗരവമുള്ള കാര്യമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ ഘട്ടത്തിൽ CPIക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇതിനപ്പുറം ഒന്നും ഇപ്പൊ പറയാനില്ല. സത്യമാണെന്ന് അറിയട്ടെ. സത്യമാണെങ്കിൽ ഗൗരവമുള്ള കാര്യമാണ്. സത്യമാണെങ്കിൽ അത് ഗൗരവമുള്ള കാര്യമാണ്. അതേപ്പറ്റി നമുക്ക് ആ ഘട്ടം വരുമ്പോൾ സംസാരിക്കാം. ഇതേപ്പറ്റി ഇപ്പോൾ ഈ ഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇതേ പറയാനുള്ളൂ. വലിയ ഗൂഢ സംഘങ്ങളെ പോലെയാണ് പോലീസിന്റെ ഉന്നത പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ദാവൂദ് ഇബ്രാഹിമിനെയൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഇത് ഇടതു മുന്നണി ഭരിക്കുമ്പോൾ ഇതൊരു ഭൂഷണമായ ഒരു കാര്യമാണോ? അതേപ്പറ്റി CPI അതിന്റെ അഭിപ്രായങ്ങൾ പറഞ്ഞത് ഒരു 4 ദിവസമായി കാണും. 4 ദിവസം പറഞ്ഞ കാര്യമാണ്. നിങ്ങളത് വീണ്ടും തന്നെ ആവർത്തിക്കുന്നത്. PV അൻവർ എന്ന CPIM MLA ഉന്നയിച്ച ആരോപണത്തിന് ഗൗരവമുണ്ട്. ആ ഗൗരവമുള്ള ആരോപണത്തെ അതേ ഗൗരവത്തോടെ കാണാനുള്ള കടമ ഗവൺമെന്റിനുണ്ട്. ഇത് CPI നേരത്തെ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്, പുതിയ കാര്യമല്ല. നിങ്ങൾ വീണ്ടും പിടിച്ചു വെക്കുന്നതിനാണത്. അതല്ല സഖാവ് പറഞ്ഞത്. CPIക്ക് വേണ്ടി സഖാവിക്കാരും പറഞ്ഞു കഴിഞ്ഞു ബിഫോർ 4 days. നിങ്ങൾ കേട്ടിട്ടില്ല. 4-ാം ദിനം അഭിപ്രായം മാറില്ല. നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. താങ്കൾ പുറകിലാണ്. യു ഹാവ് ബാക്ക് ബൈ 4 days. CPIക്ക് പറയേണ്ട കാര്യങ്ങൾ CPI പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ അറിയാം, എനിക്ക് നിങ്ങളെ വളരെ അറിയാം. തിരിച്ചും മറിച്ചും ഒരേ കാര്യം ചോദിച്ചാൽ ഇതിനപ്പുറം ഒന്നും ഇപ്പം ഞാൻ പറയുന്നില്ല. ശരി, ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. ഈ ഘട്ടത്തിൽ CPIക്ക് ഇതേ പറയാനുള്ളൂ. റിപ്പോർട്ട് വരട്ടെ.